കേരള രാഷ്ട്രീയം ഒരിക്കൽ കൂടി വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെയും അസഭ്യവർഷങ്ങളുടെയും പേരിൽ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പലിനെതിരെ നടത്തിയ അതീവ ഗുരുതരവും ലൈംഗിക ചുവയുള്ളതുമായ പരാമർശങ്ങൾ രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. എന്നാൽ ഈ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന പാലക്കാട് നോർത്ത് പോലീസിന്റെ നിലപാട് നിയമപരവും രാഷ്ട്രീയപരവുമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കവെയാണ് EN സുരേഷ് ബാബു ഷാഫി പറമ്പലിനെതിരെ തിരിഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ആക്കാൻ മുൻകൈയെടുത്ത ഷാഫി പറമ്പലിനെ ഹെഡ് മാസ്റ്റർ എന്ന് വിളിച്ച സുരേഷ് ബാബു ഈ വിശേഷണത്തിലൂടെ അതീവ മോശമായ ആരോപണങ്ങളാണ് ഉയർത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്നതിനിടെയാണ് സുരേഷ് ബാബുവിന്റെ അധിക്ഷേപം. നേതാക്കൾ പേടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഹെഡ്മാഷായിട്ടുള്ള ആൾ ആരാണ്? ഇയാളെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ്. ഇക്കാര്യത്തിൽ കൂട്ട് കച്ചവടമാണുള്ളതും. ഇവനേക്കാൾ കൂടുതൽ ആളുകളെ കാണുമ്പോൾ പരസ്യമായി നേരിട്ട് ചോദിക്കുകയാണെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ്. ഒരാളെ നന്നായി കണ്ടാൽ ഹെഡ്മാഷ് ബംഗളൂരിലേക്ക് ട്രിപ്പ് അടിക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും മിണ്ടുമോ? ഹെഡ്മാഷിന് മുകളിലുള്ള അധ്യാപകരാണ് ബാക്കി എല്ലാവരും. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരം മിണ്ടാത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു യുവ രാഷ്ട്രീയ നേതാവിനെതിരെ യാതൊരു തെളിവുമില്ലാതെ ഇത്രയും വ്യക്തിപരമായ അശ്ലീലങ്ങളും ലൈംഗിക സൂചനകളും അടങ്ങിയ ആരോപണങ്ങൾ ഉയരുന്നത് കേരള രാഷ്ട്രീയത്തിലെ സംവാദത്തിന്റെ നിലവാരം എത്രത്തോളം തകർന്നു എന്നതിന്റെ സൂചനയാണ്. സുരേഷ് ബാബുവിന്റെ പ്രസംഗം വലിയ വിവാദമായതോടെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV സതീഷ് പാലക്കാട് പോലീസിൽ പരാതി നൽകി. എന്നാൽ ഈ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു നോർത്ത് CIയുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിലെ പ്രധാന നിയമപരമായ തടസ്സങ്ങൾ എന്നത് അപകീർത്തി സ്വഭാവമുള്ള കേസുകളിൽ പരാതിക്കാരൻ നേരിട്ടിരയായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇവിടെ ഇരയല്ലാത്ത മറ്റൊരാളാണ് പരാതി നൽകിയിരിക്കുന്നത്. അപകീർത്തി പോലുള്ള കേസുകളിൽ ഇരയല്ലാത്ത ഒരാൾ പരാതി നൽകിയാൽ കോടതിയുടെ അനുമതി ഉണ്ടെങ്കിലേ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയൂ. നേരിട്ടുള്ള പരാതി അല്ലാത്തതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ഈ പോലീസ് നിലപാട് ഷാഫി പറമ്പലിനെതിരെ ആരോപണം വ്യക്തിപരമായ അപകീർത്തി എന്ന വകുപ്പിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന് വ്യാഖ്യാനിക്കപ്പെടാൻ കാരണമാകുന്നു. പൊതുസമാധാനത്തിന് ഭീഷണി ഉണ്ടാവുകയോ വർഗീയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ പോലീസിന് കേസെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളുണ്ട്. പോലീസിന്റെ നിലപാട് രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി. അതേസമയം സുരേഷ് ബാബു തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളെ തന്റെ വാക്കുകൾക്ക് ന്യായീകരണമായി ഉപയോഗിക്കുകയും ചെയ്തു. അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് സുരേഷ് ബാബു മുന്നറിയിപ്പ് നൽകി. പരാതി നൽകിയിട്ടുള്ളവർ ഷാഫി വീണു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും അദ്ദേഹം ആരോപിച്ചു. വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ CPMന് താല്പര്യമില്ലെന്നും സുരേഷ് ബാബു പറയുമ്പോൾ തന്നെ താൻ ഉന്നയിച്ച ആരോപണത്തിന്റെ സ്വഭാവം തികച്ചും വ്യക്തിപരവും അശ്ലീലവുമാണെന്ന വൈരുദ്ധ്യം നിലനിൽക്കുന്നു. സുരേഷ് ബാബുവിന്റെ പരാമർശം മറുപടി അർഹിക്കാത്ത അധിക്ഷേപമാണെന്ന് ഷാഫി പറമ്പിലും പ്രതികരിച്ചു. അതീവ മോശമായി ഈ പരാമർശങ്ങളെ പരസ്യമായി ചർച്ച ചെയ്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തം. പോലീസിൽ നേരിട്ട് പരാതി നൽകുന്നതിനേക്കാൾ സുരേഷ് ബാബുവിനെതിരെ മാനനഷ്ട കേസ് നൽകാൻ ഷാഫി പറമ്പിൽ ആലോചിക്കുന്നുണ്ട്. പോലീസിന്റെ നിലപാട് നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള ഈ സാധ്യത വർദ്ധിപ്പിക്കുന്നു. മാനനഷ്ട കേസാണ് നൽകുന്നതെങ്കിൽ ആരോപണങ്ങളുടെ സത്യാവസ്ഥ തെളിയിക്കേണ്ട ബാധ്യസ്ഥത സുരേഷ് ബാബുവിനായിരിക്കും. ഈ സംഭവം കേരള രാഷ്ട്രീയത്തിലെ ആഭ്യന്തര രാഷ്ട്രീയ സംവാദങ്ങളുടെ നിലവാരം എത്രത്തോളം തകർന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ചും ജില്ലാ സെക്രട്ടറി പദവിയിലുള്ള മുതിർന്ന നേതാക്കൾ വസ്തുതകളുടെയോ തെളിവുകളുടെയോ പിൻബലമില്ലാതെ വ്യക്തിപരമായ ലൈംഗിക സൂചനകൾ അടങ്ങിയ അധിക്ഷേപങ്ങൾ നടത്തുന്നത് അത്യധികം അപലപനീയമാണ്. രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്ക് പകരം വ്യക്തിയുടെ സ്വഭാവഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ കുടുംബങ്ങളെയും വ്യക്തിജീവിതത്തെ മോശമായി ബാധിക്കുന്നു. ഇത്തരം വിഷയങ്ങളിൽ നിയമപരമായി നേരിട്ടുള്ള ഇടപെടൽ സാധ്യമല്ലെങ്കിൽ പോലും രാഷ്ട്രീയപരമായ മര്യാദകളും സാമൂഹിക ഉത്തരവാദിത്വവും ഭരണകക്ഷി നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഷാഫി പറമ്പിൽ സ്വീകരിക്കുന്ന മാനനഷ്ട കേസ് പോലുള്ള നിയമ നടപടികൾ ഭാവിയിൽ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നതിൽ നിന്നും നേതാക്കളെ പിന്തിരിപ്പിക്കാൻ ഒരു പരിധിവരെ സഹായകമായേക്കും. പൊതുജീവിതത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് സ്ഥാനമില്ലെന്നും രാഷ്ട്രീയം നയപരവും ആശയപരമായ സംവാദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നും ഈ വിവാദം അടിവരയിടുന്നു.